അദ്ദേഹം ഒരു അവതാരമാണ്. ഹി ഡസന്റ് ഹാവ് ടു ലേൺ എനിത്തിങ്. യു കൻ ജസ്റ്റ് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞാൽ അതങ്ങ് വരും. അഭിനയത്തിൻ്റെ ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം. ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം, കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ്. അതുകൊണ്ടാണ് തുലിയാർ മണിയ എന്നെ ഇവന്മാരെല്ലാവരും ഉസ്താദ് എന്ന് വിളിക്കുന്നത്. There's only one Mohanlal that happens once in 100 years, I think. ഏറ്റവും അത്ഭുതപ്പെടുത്തിയ അഭിനേതാവ് ആരാണ്? മോഹൻലാൽ. ഇന്ത്യൻ സിനിമയിലെ ഒരു അത്ഭുതം തന്നെയാണ്. മോഹൻലാലിനെ പോലെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. ഇത്രയും വർഷമായിട്ട് ഹീസ് ബീൻ പെർഫോമിങ് എത്ര രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നും when you see him on screen there's a magic. ലോകത്തിലെ തന്നെ ടോപ്പ് 5 ആക്ടേഴ്സ് ഒരാളാണ്. വയസ്സായ അമ്മയ്ക്ക് കുഴമ്പ് ഉരട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. ഞാനിനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഈശ്വര, ഇങ്ങനൊരു പ്രാന്തം വായി നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത്. ഒന്നാം കിളി പൊന്നാൻ കിളി വന്നാൻ കിളി മാവിന്മേൽ രണ്ടാം കിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാം കിളി കിളി അങ്ങോട്ട് കൊത്തിങ്ങോട്ട് കൊത്തായി കിളി ചുണ്ടൻ മാമ്പഴമീ കിളി കൊത്താ തേൻപഴമീ തളിർ ചുണ്ടിൽ പൂത്തിരി അവിടെയാണ് ശരിക്കും ട്വിസ്റ്റ്. നമ്മൾ വിചാരിക്കും നെടുന്നുള്ളൻ ഡയലോഗൊക്കെ അടിച്ചിട്ട് കുളമാക്കും. ഇത് വെറുതെ തോക്കും കൊണ്ട് കയ്യിൽ ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. വാടാ. തന്റെ ഈ കളരിയും മർമ്മവിദ്യയും കരികളുടെ നമ്പറുമെല്ലാം ചെലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. നിന്നെപ്പോലെ അക്ഷരം കൊണ്ട് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നവന്റെ രക്തം കൈകൊണ്ട് അടിപൊളി അരയ്ക്കും സഖ്യവും. ഈ കുപ്പായത്തിൽ ഇങ്ങനെ അധികാരത്തിന്റെ നക്ഷത്രങ്ങൾ എത്രയൊക്കെ ചാർത്തി കിട്ടിയാലും അതിലോരോന്ന് ഫുട്പാത്തിൽ അഴിച്ചു വെച്ച് ഓടക്കച്ചവടം നടത്തുന്നീ. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മോഹൻലാൽ താടി വെച്ച് എത്ര സിനിമയില്ല അങ്ങളാലും ഏതെങ്കിലും അതിന് ശേഷം വന്ന ഒടിയന് ശേഷം വന്ന പടത്തിൽ ആ പ്രകടനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഇനി ഒരു മറക്കമില്ലെങ്കിൽ ഒന്ന് കുമ്പസാരിച്ച് മനസ്സ് ശുദ്ധിയാക്കിയിട്ട് പോ. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. എന്റെ പിള്ളേനോട് വേണം. மோகன்லால் மாதிரி ஒரு நேச்சுரல் ஆர்டிஸ்ட் இந்தியாவிலேயே கிடையாது. மயில் வாகனம் தலையில தலை எடுக்கிறவன். I'm about to tell you what I'm feeling when you listen to the rhythm and the melody, the rage and the riots, the rise and the roll of the great vampire. The roar, revolt will take us higher. Are you ready for the rage? Are you ready for the roar? Are you ready to rise? Are you gonna revolt? മഴക്കാലത്ത് മണ്ണിരെ ഒന്ന് കൊഴുത്തെന്ന് കരുതി ഈ മൂർഖ പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുത്. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റിക്കളയൊന്നുമാവില്ല. ഒന്നളയാൻ പഠിക്കില്ല കേട്ടോ. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥ്. Get ready for the end game, you son of a bitch. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. വരുത്തിയാൽ അതിന്റെ പേരിൽ നിനക്കൊക്കെ ഉണ്ടാകുന്ന നാശങ്ങളെ കുറിച്ച് ഊഹിക്കാൻ പോലും പറ്റില്ല.
നങ്ക നങ്ക. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. I missed you. Ilonal, I missed you.